നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഹോണ്ടുറാസിലെ മെത്രാന്മാരുടെയും വൈദികരുടെയും ചിത്രങ്ങളും പേരും ദുരുപയോഗം ചെയ്ത് സമൂഹമാധ്യമങ്ങൾ വഴി നടക്കുന്ന സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ കത്തോലിക്ക സഭ ജാഗ്രതാ നിർദ്ദേശം നൽകി. സഭയിലെ ഉന്നതരുടെ വിശ്വാസ്യത മുതലെടുത്ത് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ശ്രമിക്കുന്ന മാഫിയകൾക്കെതിരായാണ് ഹോണ്ടുറാസ് എപ്പിസ്കോപ്പൽ കോൺഫറൻസ് രംഗത്തെത്തിയത്. മെത്രാന്മാരുടെയും വൈദികരുടെയും ചിത്രങ്ങൾ ഉപയോഗിച്ച് വ്യാജ പ്രൊഫൈലുകൾ നിർമ്മിച്ചാണ് തട്ടിപ്പ് നടക്കുന്നത്. മരുന്നുകൾ, ഫർണിച്ചറുകൾ എന്നിവ വിൽക്കുന്നതിനായി സഭാധികാരികൾ ക്യാമ്പയിൻ നടത്തുന്നു എന്ന രീതിയിലാണ് പ്രചാരണം. സഭയുടെ പേര് ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ ഇതിനോടകം തന്നെ സഭ പരാതി നൽകിയിട്ടുണ്ട്. 40 ദിവസമായി തുടരുന്ന കനത്ത മഴയെ തുടർന്ന് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ 10,000-കണക്കിന് ആളുകൾ ദുരിതത്തിലായി. ഈ സാഹചര്യത്തിൽ പ്രളയബാധിതരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്നും സഹായങ്ങൾ എത്തിക്കണമെന്നും കത്തോലിക്ക സഭ ആഹ്വാനം ചെയ്തു. എമർജൻസി ഓപ്പറേഷൻ സെന്റർ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം പ്രളയം ജനജീവിതത്തെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. എപ്പിസ്കോപ്പൽ കോൺഫറൻസ് വൈസ് പ്രസിഡന്റും ആൾട്ടാഗ്രാസിയ രൂപതയുടെ മെത്രാനുമായ മോൺസിഞ്ഞോർ ജീസസ് ക്രാസാട്ടോ മാർട്ട ദുരിതബാധിതർക്കായി പ്രാർത്ഥനകൾ അർപ്പിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ദരിദ്രരായ ജനങ്ങളുടെ അവസ്ഥയെ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. ലിയോ 14 പാപ്പയുടെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്കുള്ള ആദ്യ അപ്പസ്തോലിക യാത്രയുടെ ആദ്യഘട്ടം അൾജീരിയയിൽ പൂർത്തിയായി. ഏപ്രിൽ 15 ബുധനാഴ്ച രാവിലെ അൾജീരിയയോട് വിട പറഞ്ഞ പരിശുദ്ധ പിതാവ് തന്റെ പര്യടനത്തിന്റെ രണ്ടാം ഘട്ടമായ ക്യാമറൂണിലെ യവാണ്ടയിലെത്തി. ഇറ്റാലിയൻ വിമാനത്തിൽ യാത്ര തിരിച്ച പാപ്പ പ്രാദേശിക സമയം ഉച്ചകഴിഞ്ഞ് 3:30 ക്യാമറൂണിലെ യവാണ്ടയിലെ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നു. അൾജീരിയ, ക്യാമറൂൺ, അങ്കോള, ഇക്വറ്റോറിയൽ ഗിനി എന്നീ 4 രാജ്യങ്ങളാണ് ഈ പര്യടനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. സമാധാനത്തെക്കുറിച്ചുള്ള ലിയോ 14 പാപ്പയുടെ നിലപാടുകളെ ചോദ്യം ചെയ്ത അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന് ശക്തമായ മറുപടിയുമായി അമേരിക്ക കത്തോലിക്ക മെത്രാൻ സമിതി. യുദ്ധത്തിന് കത്തോലിക്ക സഭ നൽകുന്ന നീതിയുഷ്ടമായ യുദ്ധം എന്നതിന് കൃത്യമായ ധാർമ്മിക പരിധികളുണ്ടെന്നും അത് യുദ്ധത്തിനുള്ള രാഷ്ട്രീയ അംഗീകാരമല്ല എന്നും മെത്രാൻ സമിതി വ്യക്തമാക്കി. ഏപ്രിൽ 14 ജോർജിയയിൽ നടന്ന ഒരു ചടങ്ങിലാണ് കത്തോലിക്ക വിശ്വാസി കൂടിയായ JD വാൻസ് പാപ്പയെ പരസ്യമായി വിമർശിച്ചത്. യുദ്ധം ചെയ്യുന്നവരുടെ പക്ഷത്ത് ദൈവമില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാനാകും എന്നായിരുന്നു വാൻസിന്റെ ചോദ്യം. പാപ്പ ദൈവശാസ്ത്രപരമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ സത്യത്തിൽ അധിഷ്ഠിതമായിരിക്കണമെന്നും അമേരിക്കയുടെ നയങ്ങൾ തീരുമാനിക്കേണ്ടത് പ്രസിഡന്റാണെന്നും വാൻസ് പറഞ്ഞിരുന്നു. അൾജീരിയയിലെ ക്രൈസ്തവ സമൂഹം കണ്ടുമുട്ടുന്നവർക്കെല്ലാം പുതുജീവൻ പകരുന്ന സ്നേഹത്തിന്റെ അടയാളമായി മാറണമെന്ന് ലിയോ 14 പാപ്പ. അപ്പസ്തോലിക സന്ദർശനത്തിന്റെ ഭാഗമായി അന്നാബയിലെ വിശുദ്ധ അഗസ്റ്റിന്റെ ബസിലിക്കയിൽ വിശുദ്ധ ബലി അർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു പാപ്പ. ആദിമസഭയുടെ മാതൃക പിന്തുടർന്ന് സഭാ പരിഷ്കരണത്തിനായി 3 പ്രധാന കാര്യങ്ങൾ പാപ്പ ചൂണ്ടിക്കാട്ടി. വിശുദ്ധ അഗസ്റ്റിന്റെയും നിരവധി രക്തസാക്ഷികളുടെയും പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന അൾജീരിയൻ സഭ പ്രതിസന്ധികളിൽ പ്രത്യാശയോടെ മുന്നേറണമെന്നും കൂട്ടിച്ചേർത്തു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.